ലക്ഷദ്വീപ് യാത്രയുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ലക്ഷദ്വീപിനോട് അങ്ങനെ വിട പറയുകയാണ് കേട്ടോ. 3 രാത്രിയും 4 പകലും വളരെ പെട്ടെന്ന് അങ്ങ് പോയി. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ടീംസ് എല്ലാവരും നല്ല വൈബുള്ള ടീംസ് ആയിരുന്നു. സ്കൂബ ഡൈവിംഗ് ആണ് നമ്മൾ ഇന്നലെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അഗത്തി ദ്വീപിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു ദ്വീപാണ് കൽപ്പെട്ടി. ഈ കൽപ്പെട്ടിയിലേക്ക് പോകുന്നത് നമ്മളൊരു ഗ്ലാസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് കടലിൻ്റെ അടിയിലുള്ള കുറച്ച് അടിപൊളി കാഴ്ചകൾ സ്കൂബ ഡൈവിങ് പോലെ തന്നെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കൽപ്പെട്ടി ദ്വീപും നമുക്ക് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ടീംസൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. ലക്ഷദ്വീപിൻ്റെ മൊഞ്ചും ലക്ഷദ്വീപിലെ ഭക്ഷണവും ഇവിടുത്തെ ആളുകളെയൊന്നും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്രയും നല്ല ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടാണ് ലക്ഷദ്വീപുകാർ നമ്മളെ ഇവിടുന്ന് യാത്ര അയക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. നമുക്ക് പുട്ട്, കടല, പഴം, പപ്പടമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല ഹോംലി ഫുഡാണ്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളെ റിസോർട്ടിൻ്റെ ഓണർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന നല്ല ഹോം മെയ്ഡ് ഫുഡാണ്. അതുകൊണ്ട് ക്വാളിറ്റി വൈസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇന്നലെ നമുക്ക് ലക്ഷദ്വീപിലെ ഒരുപാട് നല്ല വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് വളരെ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ദ്വീപുകളിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള 2 ഐലൻഡുകളാണ്. ഒന്ന് ബംഗാരവും ഒന്ന് തിണകരയും. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോ സീനിയറൊക്കെ ആയിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി കസേരയിട്ടിരുന്ന ദ്വീപ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ബംഗാരം. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ കണ്ടമാനം വരുന്ന ഒരുപാട് റിസോർട്ടുകളൊക്കെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബംഗാരം. ബംഗാരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം, കണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ 3 രാത്രിയും 4 പകലും അടങ്ങുന്ന ലക്ഷദ്വീപിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഈ യാത്ര നല്ലൊരു മെമ്മറീസ് ആയിരുന്നു. പ്രത്യേകിച്ച് 2024 ഞാൻ ചെയ്ത യാത്രകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതുമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ലക്ഷദ്വീപിൻ്റെ. ഞങ്ങളൊരു 2 ടീംസ് ആയിട്ടാണ് കൽപ്പെട്ടി ദ്വീപിലേക്ക് പോകുന്നത്. 2 ഗ്ലാസ് ബോട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഹക്കീമൊക്കെ കണ്ടില്ലേ, ഈ 2 ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ കൽപ്പെട്ടി ദ്വീപിലേക്ക് പോകുന്നത് കേട്ടോ. ഗ്ലാസ് ബോട്ട് നമ്മൾ വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് കുറേ ആമ, അതുപോലെ തന്നെ കളർ ഫിഷുകൾ, ട്രാൻസ്പെറൻറ്റ് ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോകുന്നത് സ്കൂബ ചെയ്തു. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവരും. ഹായ്, നമ്മളെവിടെ പോണു ഗൈസ്? എന്താണ് അല്ല, വാ അടിപൊളി കേട്ടോ. ശരി, കൈ മാറ്റി. ഞങ്ങളങ്ങനെ ഗ്ലാസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കടലിൻ്റെ അടിയിൽ നമുക്ക് കോറൽസൊക്കെ അടിപൊളിയായിട്ട് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ആമയൊക്കെ ഇടയ്ക്കൊന്ന് വന്ന് അങ്ങ് മൂവിതാണ്ട് ആമതെ ബോട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. കണ്ടില്ലേ, ഹൈവ അടിപൊളി. ചുമ്മാ വന്നങ്ങ് തല പൊക്കി പോയിട്ട് ഞങ്ങളൊക്കെ നോക്കിയിട്ട് അവൻ താഴോട്ട് പോയിട്ടുണ്ട്. കുറേ ആമകളെ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിനടിയിലായിട്ട് കുറേ കളർ ഫിഷ് മീനുകൾ, ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മൾ സ്കൂബ ഡൈവിങ്ങിലൊക്കെ കണ്ടില്ലേ, അതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കടലിൻ്റെ അടിയിലെ വെള്ളത്തിൽ ഈ ഗ്ലാസ് ബോർഡിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ആമ വന്നിട്ടുണ്ട്. കണ്ടോ, ആമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് തല പൊക്കി താഴോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്.
ഗ്ലാസ് ബോട്ട് ഒരു രക്ഷയല്ല, അടിപൊളി ഐറ്റാണ് കേട്ടോ, സംഭവം പൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലക്ഷദ്വീപിൽ വരുമ്പോൾ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലാസ് ബോട്ടാണ്. ഒരു രക്ഷയല്ല, ഒരുപാട് ഫിഷുകളും ഒക്കെ കാണാൻ പറ്റും. നമ്മളൊരു ഗൈഡാണ്, നമുക്ക് 2 ഗൈഡ് ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. എൻ്റെ പേര് ഹുസൈനാണ്. അഗത്തിയാണ്. അഗത്തി. നമ്മൾ ഫസ്റ്റ് ലോഡ് എടുത്ത് മറ്റേ തോണി എടുത്തിട്ട് നമ്മൾ ടെറ്റൽ കണ്ടിട്ട് ആമ കണ്ടിട്ട് പിന്നെ നമ്മളിപ്പോൾ ഗ്ലാസ് ബോട്ടിൽ പോവുകയാണ്. ഇതിൽ നമ്മൾക്ക് ഒരുപാട് ഫിഷ് കാണാൻ പറ്റും, കളർ ഫിഷ്, കോറൽ കാണാൻ പറ്റും, സീ ഹണിമൂൺ കാണാൻ പറ്റും. പിന്നെ അതിൽ സീ ഹണിമൂണിൽ നീമോ ഫിഷ് കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കാണാൻ പറ്റും, നല്ല കോറലൊക്കെ കാണാൻ പറ്റും. ആമ കണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൽപ്പിട്ടിയിലേക്ക് പോകും. കൽപ്പിട്ടി അത് ചെറിയൊരു ദ്വീപാണ്, ആളില്ല, ആള് താമസമില്ല. നേരത്തെ എയർപോർട്ടിന്റെ ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ലക്ഷദ്വീപിന്റെ അകത്തിന്റെ ഇത് പ്രോപ്പർട്ടി ആയിരുന്നു. പിന്നെ ഇപ്പോൾ റൺവേന് വേണ്ടി അവർ എടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് കുറെ ബീച്ച് കാണാൻ പറ്റും. പിന്നെ പാറകളുണ്ട്, പിന്നെ ബീക്കുഞ്ഞിപ്പാറ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതും കൂടി അവിടെ പോയിട്ട് കാണാൻ പറ്റും. ഫിഷിങ് പോയാൽ വൈറ്റ് സ്നാപ്പർ കാണാൻ പറ്റും, റെഡ് സ്നാപ്പർ കാണാൻ പറ്റും, ഗ്രൂപ്പർ കിട്ടും. പിന്നെ നമ്മുടെ ലഗൂണിൻ്റെ ഔട്ട്സൈഡ് പോയാൽ ഷാർക്കുകൾ, പിന്നെ ഐറ്റംസ് മീനുകളൊക്കെ, വലിയ മീനുകളൊക്കെ കാണാൻ പറ്റും, സൈസ് മീനുകൾ കാണാൻ പറ്റും. ഇത് 1 അവർ കൽപ്പട്ടിയും കൂടി കഴിയുമ്പോൾ 1.5-2 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. ലക്ഷദ്വീപുകാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ഇവർ എത്ര തിരക്കുള്ള ജോലിയിൽ ഏർപ്പെട്ടാലും കറക്റ്റ് ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിർവഹിക്കും. നമ്മുടെ കൂടെ ലൊക്കെയാണ്, ഗൈഡാണ്. അപ്പോൾ ബാങ്ക് വിളി കേട്ടപ്പോൾ പുള്ളിക്കാരൻ ബോട്ടിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കുകയാണ്. അത്രയും നല്ല സ്നേഹവും സപ്പോർട്ടും കെയറിങ്ങും ഒക്കെയുള്ള മനുഷ്യന്മാരാണ് ദ്വീപിൽ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബോട്ടൊക്കെ കഴിഞ്ഞത് കൽപ്പെട്ടി ദ്വീപിലേക്ക് അടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 2 ബോട്ടും മത്സര ഓട്ടമാണ്, 2 പേരും അടുത്തടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന ആളുകളുടെ വീഡിയോസൊക്കെ പുറകിലുള്ള ബോട്ടിലുള്ള ടീംസ് എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ബംഗാരത്തിൽ വെച്ചിട്ട് എൻ്റെ കാലിന് ചെറിയൊരു മുറിവ് പറ്റിയിട്ടോ. വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് വീണ് കാല് ചെറിയ മുറിവുണ്ടായി. അപ്പോൾ ഈ കടലിലെ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടിരുന്നതിനാൽ ഉപ്പുവെള്ളം കൊണ്ട് കാലിലെ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ് ഹക്കീമിക്ക പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫുൾ ടൈം കാല് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ദ്വീപൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. ആ ബീച്ചിൻ്റെ കാഴ്ച കാണില്ല, ഭയങ്കര ഗ്രീൻ കളറിലുള്ള ബീച്ചും വൈകുന്നേരം ആയപ്പോൾ സൺസെറ്റും കൂടെ ഉണ്ടായപ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയല്ല, ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച അങ്ങനെ നമ്മൾ ലൈവായിട്ട് ആസ്വദിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള എൻജോയ്മെൻറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കൽപ്പെട്ടി ദ്വീപ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എന്തോ ഒരു ബീവിൻ്റെ കഥയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഷോർട്ടായിട്ട് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ മെയിൻ ഗൈഡായിട്ടുള്ള ഹക്കീമക്ക എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആയിഷ നമ്മുടെ ട്രിപ്പ് വൈസ് ഇന്ത്യ എന്ന ടീമിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പോൾ ആയിഷയാണ് നമ്മൾ ഇത്തവണ, ആയിഷയുടെ ബ്രദറുമാണ് നമ്മുടെ ടീമിനോടൊപ്പം ഉള്ളത്. അപ്പോൾ അവരിങ്ങനെ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളാണിത്. നല്ല സീനിയറാണ്. നമുക്കിങ്ങനെ ബീച്ചിലൂടെ ബോട്ടിൽ ഇരുന്നുകൊണ്ടുള്ള യാത്രാവേളയിൽ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഫാമിലിയോടൊപ്പം എടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അവസരം കൂടിയാണ് ഈ കൽപ്പെട്ടി ദ്വീപിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആഹാ
ആ സൈഡ് ചേർന്ന് കേട്ടോ, ഇവിടെ വെള്ളമായിരിക്കും. ഈ കൽപ്പിട്ടി ദ്വീപ് അടിപൊളി ദ്വീപാട്ടോ. ഭയങ്കര ഒരു പ്രകൃതി ഭംഗിയും ഒക്കെ ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന നമുക്ക് സൺസെറ്റ് വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. കറക്റ്റ് ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ ഒരുപാട് പ്രത്യേകത ഉണ്ടെന്നാണ് പറഞ്ഞത്. ബീക്കുഞ്ഞിപ്പാറ എന്ന് പറയുന്ന ഒരു ബീവിയുടെ ബ്രിട്ടീഷുകാരെ പേടിച്ച് ഒളിച്ച് താമസിച്ചിരുന്ന ഒരു എന്താ പറയുക, ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഒളിഞ്ഞ് താമസിച്ചിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കൽപ്പെട്ടി ദ്വീപിനുള്ളിലോട്ട് ഈ ഒരു ഭാഗത്തു കൂടിയാണ് പോകുന്നത്. ഇത് കൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇവിടുന്ന് സൺസെറ്റൊക്കെ അതിമനോഹരമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല സീനിയറി വൈസ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഓരോ ദ്വീപിൽ, ഓരോ ബീച്ചിലേക്ക് പോകുമ്പോഴും ഓരോന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എല്ലാവരും ഭയങ്കര ധൃതിയിൽ ഇങ്ങനെ ബീച്ചിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീം കോർഡിനേറ്റർ ഇത് വീഡിയോസ് എടുക്കുന്നു. അങ്ങനെ നമ്മളിത് കൽപ്പെട്ടി ദ്വീപിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബീക്കുഞ്ഞിപ്പാറ എന്ന് പറയുന്ന പാറയാണ്, ഗുഹയാണ് ആ കാണുന്നത്. ഈ ഗുഹക്കുള്ളിലാണത്ര പണ്ട് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് ഇവിടുത്തെ ബീവി ഒളിച്ചിരുന്നത് എന്നൊക്കെ ചെറിയ രീതിയിൽ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അതിന് കൂടുതൽ ചരിത്രങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള അഗത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉപദ്വീപാണ് കൽപ്പെട്ടി. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് മലയാളീസിനൊക്കെ കണ്ടു. നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട്, എറണാകുളം, കാലിക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ള പാക്കേജ് എടുത്ത് വന്നിട്ടുള്ള കുറേ ടീംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല സീനിയറിയാണ്, ഫോട്ടോ സീനിയറി ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കൽപ്പെട്ടി ദ്വീപ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതെന്താ ചേച്ചി പറയുന്നത്? സീ കുക്കുംബർ അല്ലേ? ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? മെഡിസിൻസിന്റെ യൂസേജ്. കടലിൽ മാത്രം കാണുന്നല്ലേ? വെള്ളത്തിന് നമ്മൾ കരി ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെ കൽപ്പെട്ടിയിലെ ചരിത്രങ്ങളൊക്കെ കേട്ട് കൽപ്പെട്ടിയിൽ ഞങ്ങളൊരു 1.5 മണിക്കൂർ എക്സ്പ്ലോർ ചെയ്തിട്ടോ. ഇനി നിന്ന് കഴിഞ്ഞാലേ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ ഏകദേശം നമ്മുടെ ലക്ഷദ്വീപ് ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് 4:30ക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്നു, ഫ്രഷപ്പായി ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ നേരെ അഗത്തി എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ തിരിച്ചെനിക്ക് തോന്നുന്നു ഒരു 5:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ കൊച്ചിയിലെത്തും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു 4 ദിവസത്തെ ലക്ഷദ്വീപ് യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഓരോ എപ്പിസോഡും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ലക്ഷദ്വീപ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കുറച്ച് ഫിഷ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൂണ ഫിഷ് കൊണ്ടുള്ള പിക്കിൾസ്, ദ്വീപുണ്ട, ദ്വീപ് അലുവ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ, പലഹാരങ്ങളൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നാട്ടിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. നമ്മുടെ ലക്ഷദ്വീപിനോട് നമ്മൾ ഇന്ന് വിട പറയുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊരു മലയാളിയും വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷദ്വീപിൽ ഈ 2024 നമ്മോട് വിട പറയുമ്പോൾ എനിക്കും വരാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ ഒരു വർഷത്തെ സന്തോഷം. അത് മാത്രമല്ല, ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ സാധിച്ചു 2024. അപ്പോൾ 2025 നമ്മളിലേക്ക് അടുക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഓരോ വ്ളോഗ്സും ഓരോ എപ്പിസോഡായിട്ട് തന്നെ എല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.
നമ്മളങ്ങനെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള അതേ വണ്ടികൾ തന്നെയാണ് 3 ഇന്നോവ ആയിട്ട് നമ്മളെ ഗ്രൂപ്പായിട്ട് എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളങ്ങനെ അഗത്തി ദ്വീപിൽ നിന്നും വിട പറയുകയാണ്, ലക്ഷദ്വീപിനോട് വിട പറയുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. കാരണം എല്ലാവർക്കും ടാറ്റോ കൊടുത്ത് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ലക്ഷദ്വീപിനോട് യാത്ര പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഭയങ്കര മിസ്സിങ് ആവും കേട്ടോ, എല്ലാവരും ഇവിടുത്തെ ആളുകളും ഒക്കെ ഭയങ്കര മിസ്സിങ് ആവും. ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് നമ്മുടെ കോട്ടേജിൻ്റെ അടുത്തുള്ള ആളുകൾ, നമ്മുടെ ഗൈഡ്, ഡ്രൈവേഴ്സ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര മിസ്സിങ് ആവും. കുറേ പേര് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ലക്ഷദ്വീപ് കേട്ടോ. നിങ്ങളും മാക്സിമം യാത്രകളൊക്കെ ചെയ്യുക, ആസ്വദിക്കുക. ലക്ഷദ്വീപിലേക്ക് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട്. വളരെ ഒരു 4 കിലോമീറ്ററാണ് നമ്മൾ അഗത്തി ബീച്ചിൻ്റെ അവിടുന്ന് അഗത്തി എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി നമുക്ക് എയർപോർട്ടിനകത്ത് കുറച്ച് ചെക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ലഗേജ് ചെക്കിംഗ് ഉണ്ട്, ആധാർ കാർഡ് കാണിക്കണം, പിന്നെ പെർമിറ്റ് നമ്മൾ ഇവിടെ അടുത്ത് കാണിക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുക, വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഇരിക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ഇവിടെ റെഡിയാണ്. നമ്മൾ അലയൻസ് എയറിൻ്റെ ഫ്ലൈറ്റാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റാണിത്. ഇൻഡിഗോ വേണമെങ്കിൽ ഇൻഡിഗോ ചൂസ് ചെയ്യാം കേട്ടോ. ഇൻഡിഗോ കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ നിന്നൊക്കെ സർവീസ് ഉണ്ട്, പക്ഷേ പ്രൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് നേരത്തേക്ക് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് പാക്കേജ് എടുക്കാനും ബുക്കിങ്ങിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് ലക്ഷദ്വീപിൻ്റെ പാക്കേജൊക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ ആരും തന്നെ മറക്കരുത്, ലക്ഷദ്വീപിൻ്റെ വീഡിയോസ് എല്ലാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ വിഷമത്തോട് കൂടിയിട്ട് ലക്ഷദ്വീപിൽ നമ്മൾ യാത്ര തിരിക്കുകയാണ്. കാരണം വളരെ വളരെ അടുപ്പമായി എല്ലാവരുമായിട്ടും, അതുകൊണ്ട് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. നമ്മളൊരു 4:30 ആകുമ്പം കൊച്ചിയിലെത്തും. 1.25 മണിക്കൂർ ട്രാവലിംഗ് ആണ് അഗത്തി ടു കൊച്ചി. അങ്ങനെ നമ്മളിത് കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങി. അലയൻസിൻ്റെ ബസ് നമ്മളെ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാവരും നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ നല്ല നല്ല യാത്രകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഈ 2025. അപ്പോൾ നമുക്ക് ഇനിയും കാണാം കേട്ടോ, ഒരുപാട് നല്ല യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. ഞാൻ സെയ്തു ആണ്, ബഡ്ജറ്റ് ട്രാവൽ ആൻഡ് ഫുഡ് ബൈ സെയ്തു.